ജാനകീസ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിന് അടുത്തായിട്ടുള്ള ഫൺ സിറ്റിയിലാണ്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സോ അപ്പോൾ നമ്മൾ ബേർഡ്സ് പാർക്കിൽ കയറിയിരിക്കുന്നുണ്ട്. ഒരുപാട് കിളികളുണ്ട്. രസമുണ്ട് ഇതിനെ കാണാൻ. ടിക്കറ്റ് ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ബേർഡ്സ് പാർക്കിലേക്കാണ്. അവിടുത്തെ എൻട്രൻസ് ഫീ പെർ ഹെഡ് 100 റുപ്പീസാണ്. ഞങ്ങൾ 4 പേരാണ് പോയത്. ഹസ്ബൻഡും ഞാനും മക്കളും 4 പേർ കൂടി അവർ 200 റുപ്പീസാണ് വാങ്ങിയത്. ഇനിയാണ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത്. അകത്ത് കയറി ചെന്ന് നമുക്ക് ആ കിളികളുമായിട്ടെല്ലാം സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരവസരം അവർ നമുക്ക് തരുന്നതായിരിക്കും. പല വിധത്തിലുള്ള വെറൈറ്റി നമുക്ക്. ഓ ശരി ശരി. ഫുള്ളി ട്രെയിനാണ്. അവര് നമ്മളെ മേലേക്ക് ഇരിക്കാൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ സ്പേസ് കൊടുക്കുക. അല്ലെങ്കിൽ ഹലോ അതേപോലെ നല്ല ഹലോ ഹലോ. പിടിച്ചോ. നമ്മൾ അവര് ഫുഡ് വെച്ചപ്പോഴത്തേക്ക് ആ പ്ലേറ്റിലോട്ട് എല്ലാ കിളികളും ഒതുങ്ങിയിരുന്നത്. എന്നെ കടിക്കുന്നു, എന്നെ തലയിലിട്ട് ചൊറിയുന്നു. അയ്യോ ഇത് കണ്ടോ, അയ്യോ എന്റെ തലയിൽ എന്തൊക്കെയോ ചെയ്യുന്നത്. ഇതോ വരുന്നുണ്ട്. അതേപോലെ സിംഗിളിനോട് എടുക്കാനാണോ? കണ്ണാടി നമ്മളെ മുടിയിലൊക്കെ ഇട്ട് കടിക്കുന്നതാ. നാടിയുടെ തലയ്ക്ക് കൈ വിരലും എടുക്കല്ലേ. ഇത് നിങ്ങൾ എവിടുന്നൊക്കെ കൊണ്ടുവന്നതാ? നമ്മളിവിടെ ബ്രീഡ് ചെയ്തത്. ഇവിടുത്തെ തന്നെ ബ്രീഡ് ചെയ്തതാണോ? അല്ല, പുറത്ത് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അവരുടെ നിന്ന് നമ്മൾ ബ്രീഡ് ചെയ്തത്. ഇവിടെ ഒരുപാട് നാളായിട്ടുണ്ടോ ഇങ്ങനെ ഷോ? ഇല്ല, നമ്മള് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു റീസെന്റ് 8 മാസമായിട്ടുള്ള. ഓക്കെ. എപ്പോഴും സൺഡേസിലും എല്ലാം ഉണ്ടോ? നമ്മൾ എല്ലാ ഡേയും. എത്ര മണി തൊട്ടാ? 2:30 മണി തൊട്ട് രാത്രി 9:30 വരെ. ഓക്കെ. ജാൻ അങ്ങനെ നോക്ക്. ജാൻ ഇങ്ങോട്ട് നോക്ക്. നമ്മളിങ്ങനെ വിരല് കൊടുക്കാൻ പാടില്ല. വിരല് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കടിക്കും നമ്മളെ. ജസ്റ്റ് ഒന്നും ചെയ്യാതിരുന്നാൽ അത് അവിടെ ഇരുന്നോളും. വിരല് കൊടുത്താൽ നമ്മളെ കടിക്കും. ഹലോ ഒഴിവാക്കണോ? ഇത് കണ്ടോ? അനുവിടെ അനുവിന്റെ തലയിൽ കയറിയിരിക്കുന്നു. ജാനു ഇവിടെ. ജാനുവിന്റെ ചുറ്റിനും കുറച്ച് കിളികൾ.
വീഡിയോ എടുക്കുന്നത് മനസ്സിലായിരുന്നു കേട്ടോ. പൊട്ടൊക്കെ എടുക്കുന്നു. ഇതെങ്ങനെയാ? ട്രെയിൻഡ് ആണോ? ആണോ? ഫുള്ളി ട്രെയിൻഡ് ആണോ? ഇത് പ്രാവാണോ? അത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഓസ്ട്രേലിയ ബേർഡ്സിൽ സംസാരിക്കുന്ന ആണോ? ഇത് സംസാരിക്കുന്ന പാരറ്റാണ്. ഇതിന്റെ പേരെന്തോ? ഇതിന്റെ മെക്കാവോ? കണ്ടോ, ഇത് മെക്കാവോയാണ്. തീറ്റ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാ. അതിന്റെ കയ്യിലിരുന്ന് ഇതേതാ? ഇത് സംസാരിക്കുന്ന ഇനം പാരറ്റ് ആണ്. കുക്കു, ഹായ് ഹായ്, ഹലോ ഹലോ. ഇതെന്ത് താമരയുടെ? ഇതെന്താ ഈ സാധനം? ഫുഡ്? സൺഫ്ലവർ സീഡ്. ആ, സൺഫ്ലവർ സീഡ്. കൈ നോക്കി ഞാൻ ഇങ്ങോട്ട് നോക്കുവനെ. ഞാൻ ഇങ്ങോട്ട് നോക്കടി. ഇത് കണ്ടോ, ഇത് സംസാരിക്കുന്ന പാരറ്റാണ് കേട്ടോ. എന്റെ കയ്യിലോട്ടൊക്കെ കേറി ടൈസിന്. നിർബന്ധിക്കണ്ടോ? ഇവിടെ ഫുഡ് തീർന്നപ്പോഴാ അച്ഛാ എനിക്ക് ഫോൺ തരാമോ? ഓക്കെ ഓക്കെ. ഇതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. അത് മെക്കാവോ. ഇത് മെക്കാവോ, ബ്ലൂ മെക്കാവോ അല്ലേ? ബ്ലൂ മെക്കാവോ, ഗോൾഡൻ ബ്ലൂ മെക്കാവോ. ഗൈസ്, ഇതാണ് ബേർഡ് ഷോ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമാണ് ഇവിടെ. നമ്മള് ഭയങ്കര സ്നേഹമുള്ള ബേർഡ്സ് ആണ്. നമ്മളിവിടെ ആൾക്കാർ വരുന്നു തോന്നുന്നു അല്ലേ? എത്ര സമയം ഇവിടെ ഇരിക്കുന്നത്? സമയമായോ? ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ. ഹായ്, ഹലോ ഹലോ, ഹൗ ആർ യു? അടുത്ത ടെന്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് അടുത്ത ടെന്റ്. ഇവിടെ ഫുൾ. ഇത് ഏത് ബേർഡാ? സൺകുനിയോ.
സൺ പൊന്നിയൂർ ഫാക്ടറി. ഹായ്, ഭയങ്കര ഒരു യെല്ലോ കളർ കേട്ടോ, നല്ലൊരു മാമ്പഴ മഞ്ഞ. ഇത് പിടിച്ചോളൂ, മൂടി വെച്ചോളൂ, അവിടെ കഴിഞ്ഞിട്ട് കൊടുക്കും. മാലയും വെള്ളയൊക്കെ കടിക്കാൻ നോക്കും, അപ്പൊ പറഞ്ഞാൽ മതി. കൈസ് കണ്ടോ, എൻ്റെ കയ്യിൽ കയറിയിരിക്കുന്നുണ്ടോ? ഇത് നോക്ക്, ഇത് നോക്ക്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു? ഓ ശരി ശരി, ഗോൾഡ് ശ്രദ്ധിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നിൽക്കാനോ? അല്ല, നിങ്ങൾ അങ്ങനെ നിൽക്കേ. നാണി ഒന്ന് ചിരിച്ചടി. ഗൈസ്, ഇത് കണ്ടതാ, ഇവരുടെ രണ്ടുപേരുടെ കൂടെ കയ്യിലും അതിരിക്കുന്നതാണ്. ജാനുന്റെ കയ്യിലില്ലേ? അവര് തരും. ഭയങ്കര രസം. അച്ഛനെയാണോ ബേർഡ്സിന് ഭയങ്കര ഇഷ്ടം. നമ്മള് മാലയൊക്കെ ശ്രദ്ധിച്ചോണം. ഫുഡ് കയ്യിലിട്ട് തീർന്ന് അപ്പോഴേ കടിക്കാൻ തുടങ്ങും. കൈ കടിക്കും. നമ്മള് മുടിയൊക്കെ കുളമാക്കി വെച്ചിരിക്കുകയാണ് കൈ. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെല്ലാവരും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ നല്ല രസമാണ് കേട്ടോ. എന്നാ ഇത് നോക്ക്, നമ്മുടെ തലയിലൊക്കെ കയറിയിരുന്നു. നോക്ക്, ഇവിടെ ഇവിടെ ഇതാണ്ട, ഇവിടെ ജാനുവായിട്ട് ഇവിടെ മൂപ്പെടുത്ത് കിടക്കും. നമ്മൾ ഇറങ്ങാണ്. നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമാണ്. കണ്ടോ, രണ്ടുപേരും അതെ, അതിന് പിന്നെ വിടാൻ ലക്ഷണമില്ല. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ തലയിലും എടുത്തൊക്കെ വന്നിരിക്കുക. എന്നെ വീഡിയോ എടുക്കാൻ സംഭവിക്കുന്നില്ല കൈ. എൻ്റെ മുടിയെല്ലാം ചീത്തയാക്കി, എൻ്റെ മുടിയെല്ലാം ചീത്തയാക്കി. സ്വർണ്ണമാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മൊബൈലിലൊക്കെ കയറിയിരിക്കുകയാണ്. എൻ്റെ പൊട്ടടിച്ചു മാറ്റി. ഓക്കെ ഗൈസ്, അനു പോകാൻ നോക്കിയാലേക്ക് അനുവിനെ വിടുന്നില്ല. ഫോണിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ താങ്ക്സ്. ഇനിയുണ്ടോ? അതിലെയാണോ? ആ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബേർഡ്സ് ഗൂഗിൾ മാപ്പില്. ഓക്കെ 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 ഓക്കെ, താങ്ക്സ്. അത് എന്റെ ക്യാമറ വിടാൻ ലക്ഷ്മി കടിക്കരുത്. ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഗൈസ്, നമ്മൾ ബേർഡ്സ് പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് ഇവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ നമുക്ക് കൊണ്ടുവന്ന് അവിടെ സ്വിമ്മ് ചെയ്യിക്കാനായിട്ടൊക്കെ വിടാവുന്നതാണ്. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേർഡ്സ് മാത്രമല്ല, നമുക്കിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പം ഇവിടെ സ്ക്വയറലുണ്ട്. 3 ടൈപ്പ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല സൈസിലുള്ള സ്ക്വയറലായിരുന്നു. അതിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്യാമറയിലോട്ട് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഒരു 2-3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ മറ്റൊരു കാഴ്ചയാണ് ഒരു പെരുമ്പാമ്പാണ്. അത് ശരിക്കും നമുക്ക് 100 rupees കൊടുത്തു കഴിഞ്ഞാൽ അതിനെടുത്ത് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വെച്ച് തരും. ഇപ്പം നമ്മൾ
ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ ഞങ്ങളതിന് ആ ഒരു റിസ്ക് എടുത്തില്ല. ഇതിവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ഫിഷ് ടാങ്കാണ്. നിറയെ ഫിഷാണ് ഇതിനകത്ത്. ഭയങ്കര നീറ്റായിട്ടും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അക്വേറിയമാണ്. ഭയങ്കര രസമുണ്ടായിരുന്നത് കാണാനായിട്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എൻട്രിയും പിന്നെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ആണിത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികളെ നമുക്കവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ജാനുവിനാണെങ്കിൽ കാറിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവരതിലേക്ക് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഊഞ്ഞാലുണ്ട്, അതിനകത്തോട്ട് ഞങ്ങൾ കയറിയിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് അവിടെ കാണാൻ കഴിയും. അവരിങ്ങനെ കളിച്ചിട്ട് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ആ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് ഭയങ്കര രസമുള്ളൊരു ഊഞ്ഞാലായിരുന്നു. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് പിടിച്ചിങ്ങനെ ആട്ടിയാൽ മതിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ നല്ല അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് അവർ കളിക്കുകയായിരുന്നു അവിടെ. അവർക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അപ്പം നമ്മൾ പേരൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിരിക്കാനായിട്ട് അവിടെ ഒരുപാട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ വീഡിയോ കറക്റ്റായിട്ട് എടുത്തതാണ്. പക്ഷേ എന്താ സംഭവിച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, ഫിലിം സോങ് ആയിരുന്നു അവരിട്ടിരുന്നത്. അത് കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തത്. ആക്ച്വലി ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ എടുത്തതും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വല്ലാത്തൊരു വൈബായിരുന്നു. ഇവിടെ ഈ ബേർഡ്സ് പാർക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്, വേറെ പലതുമുണ്ട്. സ്വിമ്മിങ് ആയാലും കുട്ടികളെ കളിക്കാനുള്ള സംഭവങ്ങളാണെങ്കിലും പാരൻസിന് ഇരിക്കാനാണെങ്കിലും എല്ലാം ഉണ്ട്. പക്ഷെ നല്ലൊരു സെറ്റപ്പാണ്. നമ്മളൊരിക്കലും ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തല്ല ഇതിനകത്തോട്ട് കയറിയത്. പിന്നെ നമുക്കിവിടെ എൻട്രി ഫീസ് വരുന്നത് ഒരു 50 റുപ്പീസാണ്. അകത്ത് കയറി ബേർഡ്സ് പാർക്കിൽ കയറുന്നതിന് ഒരാൾക്ക് 100 റുപ്പീസാണ്. പക്ഷെ ഞങ്ങൾ 2 കുട്ടികളും ഞങ്ങൾ 2 അഡൾട്ട്സും ആയത് കാരണം ഒരു 200 റുപ്പീസ് ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. അതിന് വേർത്തായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേർഡ്സ് ആയിരുന്നു, ലവിങ് ബേർഡ്സ് ആയിരുന്നു. ഒരു നല്ല രസമുണ്ടായിരുന്നു. ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. സോ നിങ്ങളെല്ലാവരും വരണം, വന്ന് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിന് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പം ആണ് നമുക്ക് ഇങ്ങനൊരു ഫൺ സിറ്റി കാണാൻ കഴിയുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷെ കുറച്ച് മുമ്പോട്ട് നമ്മൾ നടക്കണം. പാർക്കിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കിവിടെ വരികയും ഇവിടുത്തെ പല ബേർഡ്സാണ്, എക്സ്പെഷ്യലി ബേർഡ്സിനെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് ഇത് കാണും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും നമുക്ക് വിശ്രമിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അപ്പം കുട്ടികൾ കളിച്ചു കഴിഞ്ഞു. അപ്പം ഞങ്ങളിനി പോവുകയാണ്. ഇത് കഴിഞ്ഞു ഞങ്ങളിനി തിരിച്ച് കോഴിക്കോട് ബീച്ചിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കോഴിക്കോട് ബീച്ചിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പം റോഡ് സൈഡിൽ തന്നെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഫൺ സിറ്റി എന്നാണ് പേര്. അപ്പം നിങ്ങളിവിടെ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഒരുപാട് നീണ്ടുപോകും. തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നതാണ്. നല്ല പ്രോഗ്രാമാണ്, പക്ഷെ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞില്ല. സോ ഇതോടുകൂടി നമ്മൾ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട്